തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഒറാങ് കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് ആസൂത്രിതമായാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപം ഞാനിപ്പോൾ നിൽക്കുന്ന ബിനോ ലോഡ്ജിന്റെ 23-ാം നമ്പർ റൂമിലാണ് ഇയാൾ താമസിച്ചത്. കഴിഞ്ഞ 19-ാം തീയതി ശനിയാഴ്ച ഇയാൾ കോട്ടയത്തെത്തി ഇവിടെ മുറിയെടുത്തു. പിന്നീട് പല ദിവസങ്ങളിൽ ഇയാൾ പുറത്തേക്ക് പോയി ഈ കൊലപാതകം നടന്ന തിരുവാതിക്കലിലെ വീട്ടിലെത്തി അതിന് സമീപ പ്രദേശങ്ങളിൽ നിന്നും കാര്യങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. പിന്നീട് കൃത്യം നടത്തിയ ദിവസം ഇന്നലെ പുലർച്ചെ ഇദ്ദേഹം ഇവിടെ വന്ന് റൂം വെക്കേറ്റ് ചെയ്ത് പോയി എന്നാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഈ മുറി സീൽ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്നൊക്കെയുള്ള കൃത്യമായ അന്വേഷണത്തിന്റെയും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒടുവിൽ പ്രതിയെ തൃശൂർ മാളയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ ലോഡ്ജിലെ ജീവനക്കാരൻ സുനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുനിൽ ചേട്ടാ, എന്തെങ്കിലും സംശയം തോന്നിയിരുന്നു? ഇയാൾ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോയത്? 19-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വന്നതാണ്. പിന്നെ ഒരു സംശയം നമുക്ക് തോന്നിയില്ല. പുള്ളിയുടെ പ്രൂഫൊക്കെ മേടിച്ച് നമ്മൾ എഴുതി കൊടുത്തിട്ട് റൂം കൊണ്ട് കൊടുത്തു. പിന്നെ 22-ാം തീയതി ഇന്നലെ വെളുപ്പിനെ 5:10-നാണ് വെക്കേറ്റ് പോയത്. അന്ന് വെക്കേറ്റ് ചെയ്യുമ്പോൾ ഞാനല്ല, മറ്റേ ചേട്ടനാണ് ഡ്യൂട്ടി ഉള്ളത്. തലേദിവസം ഇവിടെ ഇല്ലായിരുന്നു, വൈകിട്ടായിരുന്നാ. ആ സമയത്താണ് ഇയാൾ ഇത് നടത്തിയെന്നാ പോലീസ് പറയുന്നത്. എന്തെങ്കിലും രക്തക്കറയോ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയിരുന്നു? തോന്നിയില്ല. പുള്ളി വന്നപ്പോൾ നല്ല കൂളായിട്ട് വന്ന, കോടതി പോകാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. മലയാളം സംസാരിക്കുന്നതാണോ? ചെറുതായിട്ട്. നമ്മൾ ഹിന്ദി നമ്മൾ സംസാരിക്കുന്ന അവന് സംസാരിക്കത്തുള്ളൂ. പോലീസ് വന്ന് റൂം സീൽ ചെയ്തല്ലേ? രജിസ്റ്റർ ഒക്കെ പോലീസ് കൊണ്ടുപോയി, രജിസ്റ്ററും കൊണ്ടുപോയി താക്കോലും കൊണ്ടുപോയിരിക്കും. CCTV പോലീസ് ചെക്ക് ചെയ്ത്. ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയ ഒരു പ്രതിയാണ് കണ്ണിന് മുന്നിൽ കൂടെ പോയതെന്ന് വിശ്വസിക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഓർക്കുന്നില്ല ഇങ്ങനെ സംഭവം നടക്കുമെന്നോ. ആ പയ്യനെ പറ്റി അങ്ങനെ കൊച്ചു പയ്യനാ, 25 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കണ്ടാലങ്ങനെ ഒരു അപകടകാരിയാണ് ഒന്നും തോന്നുന്നില്ല. കൂളായിട്ട് വന്ന് കോടതി പോകാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. 2 ദിവസത്തെ പൈസ അഡ്വാൻസ് ചെയ്തു. എന്തായാലും ഈ ലോഡ്ജിൽ ക്യാമ്പ് ചെയ്താണ് പ്രതി കൃത്യമായ രീതിയിൽ ആസൂത്രണം നടത്തി കൊലപാതകം നടത്തിയത്. 2 കാരണങ്ങളാണ് ഇപ്പോൾ പിടിയിലായപ്പോൾ പ്രതി പോലീസിനോട് പറയുന്നത്. നേരത്തെ മൊബൈൽ മോഷണ കേസിൽ വിജയകുമാറിന്റെ മൊബൈൽ മോഷ്ടിച്ച കേസിൽ വിജയകുമാറിന്റെ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസിലുള്ള അതിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിലുള്ളൊരു ശത്രുതയുണ്ട്. കൂടാതെ ഇയാൾക്ക് ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു. ഇയാൾ ഭാര്യ എന്ന നിലയിൽ വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് എത്തിയിരുന്ന ആ പെൺകുട്ടി ഇയാൾ അറസ്റ്റിലായ ശേഷം ഇയാളുമായി പിണങ്ങിപ്പോയി. ഇത് രണ്ടുമാണ് തന്റെ പകയ്ക്ക് കാരണം. ഇതോടുകൂടിയാണ് ദമ്പതികളെ കൊലപ്പെടുത്താൻ താൻ തീരുമാനിച്ചതെന്നും പ്രതി പ്രാഥമികമായി മൊഴി നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് കോട്ടയത്തെത്തിച്ച് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കോട്ടയത്തു നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ.